بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യർ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം ഒന്ന് പിശാചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തെ പിശാചുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനെ സ്വാധീനിക്കുവാൻ പിശാചിനിക്ക് ശൈത്താനിക്ക് സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ യുദ്ധം അത് സായുധ സമരമല്ല, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ എതിരിടലല്ല ഏറ്റവും വലിയ യുദ്ധം. ഏറ്റവും വലിയ യുദ്ധം പിശാചിനോട് യുദ്ധം ചെയ്യലാണ്. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞു, മനുഷ്യൻ ഒരു കോട്ടയെ പോലെയാണ്. മനുഷ്യന്റെ ഹൃദയം അന്ന മിസാലുൽ ഖൽബി മിസാലു ഹിസ്നിൻ, ഒരു വലിയ ശക്തമായ കോട്ടയെ പോലെയാണ്. ആ കോട്ടക്കകത്തേക്ക് കടക്കാൻ ശത്രുക്കൾ ശ്രമിക്കുന്നത് പോലെ കോട്ടയുടെ വാതിലുകളിലൂടെയും ഹോർസുകളിലൂടെയും കടന്ന് കോട്ടയെ കീഴ്പ്പെടുത്തി അവരുടെ സ്വാധീന വലയത്തിലാക്കാൻ വേണ്ടി ശത്രുക്കൾ ശ്രദ്ധിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നുകൂടാൻ ശൈത്താൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവനെ പ്രതിരോധിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. അവനെ പ്രതിരോധിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവൻ പിശാച് കടന്നു വരുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് പിശാച് കടന്നു വന്ന് നമ്മുടെ അമലുകൾ നശിപ്പിക്കുന്നതായ ആ രൂപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അവൻ കടന്നു വരുന്ന വാതിലുകളെ സംബന്ധിച്ച് നമുക്ക് ബോധം വേണം. അതാണ് ഗസാലി ഇമാം പറയുന്നത്, അവൻ കടന്നു വരുന്ന വാതിലുകളിൽ ഏറ്റവും ശക്തമായ വാതിലുകൾ, വലിയ വാതിലുകൾ ഒന്ന് ദേഷ്യമാണ്, ഒലവാണ്. ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദേഷ്യം എന്ന ഒരു സ്വഭാവം അള്ളാഹു ഓരോ മനുഷ്യരിലും കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്, അത്യാവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കണം. ദേഷ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ദേഷ്യം പിടിക്കാൻ വേണ്ടി പറഞ്ഞ സമയങ്ങളിൽ നമ്മൾ ദേഷ്യം പിടിക്കണം. മൻ ഗളിബ ഫലം യഗ്ളബ് ഫഹുവ ഹിമാറു എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ദേഷ്യപ്പെടുത്തേണ്ട ശർഇന് വിരുദ്ധമായ, ദീനി വിരുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടണം. മാന്യമായ രൂപത്തിൽ ദേഷ്യപ്പെടണം. അതൊരു പ്രകൃതിപരമായ സ്വഭാവമാണ്. നിസ്കരിക്കാതിരിക്കുന്ന മകനെ കണ്ടാൽ അവനോട് ദേഷ്യപ്പെടേണ്ടതുണ്ട്. ആദ്യ സമയത്തൊക്കെ നല്ല പോലെ ഉപദേശിച്ച് അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ ദേഷ്യപ്പെടേണ്ടതുണ്ട്. അതേപോലെ അന്യ സ്ത്രീകളുമായി സംസാരിക്കുന്ന മക്കളെ കണ്ടാൽ, അന്യ പുരുഷന്മാരുമായി സംസാരിക്കുന്ന പെൺകുട്ടികളെ കണ്ടാൽ ആദ്യമായൊക്കെ നല്ല പോലെ ഉപദേശിച്ച് പിന്നെ ദേഷ്യപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ വേണ്ടാവൃത്തിയിലേക്ക് ഭാര്യ പോകുമ്പോൾ, നല്ലതല്ലാത്ത രൂപത്തിൽ പെരുമാറുമ്പോൾ അവിടെയൊക്കെ ദേഷ്യപ്പെടേണ്ടതുണ്ട്. അവിടെയൊക്കെ മാന്യമായിട്ട് ദേഷ്യപ്പെടണം. അതാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ ഗളിബ, ദേഷ്യപ്പെടേണ്ട കാരണങ്ങൾ ഒരാൾക്കുണ്ടായി, അങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉണ്ടായി, എന്നിട്ട് ഫലം യഗ്ളബ്, അവൻ ദേഷ്യപ്പെട്ടില്ല, ഫഹുവ ഹിമാറുൻ, അവൻ കഴുതയാണ്. അവൻ മനുഷ്യനല്ല. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ ശിക്ഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഉസ്താദുമാർ, നേതാക്കന്മാർ, ഖാദിമാർ, അങ്ങനെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ദേഷ്യം പിടിക്കേണ്ട സമയങ്ങളുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ ദേഷ്യപ്പെടുകയും സഹാബത്ത് ആ ദേഷ്യം റസൂലുള്ളാഹിന്റെ മുഖത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുകയും
ആവശ്യത്തിൽ അത് ഉപയോഗപ്പെടുത്തുകയും അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുകയാണ് ശൈത്താനെ പ്രതിരോധിക്കാനുള്ള മാർഗം. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ഷഹ്വത്താണ്, വികാരമാണ്. മനുഷ്യനിൽ അള്ളാഹു വികാരം കൊടുത്തിട്ടുണ്ട്. വികാരം കൊടുത്തത് കൊണ്ടിട്ടാണ് സ്ത്രീക്ക് പുരുഷനോടും പുരുഷനിക്ക് സ്ത്രീയോടും അഭിനിവേശം വരുന്നത്. അതോടുകൂടെ തന്നെ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സാധനങ്ങളോട് നമുക്ക് താല്പര്യം വരുന്നത് അത് വികാരം കൊണ്ടാണ്. പക്ഷെ ആ വികാരവും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഈ രണ്ടെണ്ണം പറഞ്ഞതിന് ശേഷം പിന്നീട് മഹാനായ ഗസാലി ഇമാം പറഞ്ഞു അൽ ഹസദു അൽ ഹിർസു. മറ്റൊന്ന് പിശാച് കടന്നു വരുന്ന മാർഗം ഒന്ന് അസൂയയാണ്. അസൂയ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക്, അത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. സ്ത്രീകൾക്ക് അത് പുരുഷന്മാരെക്കാൾ കൂടുതൽ അതുണ്ടാകും. അതവർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് അവർ നരകത്തിലേക്ക് എത്തിക്കും. അത്തരം ഘട്ടങ്ങളിലൊക്കെ അവരെ വേണ്ട പോലെ കൺട്രോൾ ചെയ്യാൻ ഭർത്താവിന് സാധിക്കണം. ഒരു സ്ത്രീ പറഞ്ഞത് കേൾക്കണം, പക്ഷേ ആ കേട്ടത് മുഴുവനും സ്വീകരിച്ചുകൂടാ. അവളെ കേൾക്കണം. ഒരു ഭാര്യ എന്ന നിലക്ക് അവൾ കേൾക്കുകയും എന്നാൽ അവളോട് ഉപദേശം ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ഉപദേശം ചെയ്തു കൊടുക്കുക എന്നല്ലാതെ അവളെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും അനുസരിക്കാൻ പറ്റൂല. കാരണം പലപ്പോഴും സ്ത്രീയുടെ സ്വഭാവം ഒരു കളവ് സത്യമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ സ്ത്രീക്ക് വലിയ കഴിവാണെന്നാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ സത്യമാണ്, പച്ചപ്പൊള്ളയിക്കാരം, പക്ഷെ അതിങ്ങൾ സത്യമായി അവതരിപ്പിക്കാനുള്ള വല്ലാത്ത ഒരു കഴിവ് സ്ത്രീക്കുണ്ടെന്നാണ്. അവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഷാവറ ചെയ്യണം, കൂടിയാലോചിക്കണം. ഭാര്യയോട് കൂടിയാലോചിക്കുക വേണം, പക്ഷെ നിർദ്ദേശങ്ങൾ എടുക്കുമ്പോൾ നല്ലപോലെ ആലോചിക്കണം. നല്ലപോലെ ചിന്തിച്ചതിന് ശേഷമേ നിർദ്ദേശങ്ങൾ എടുക്കാവൂ. സ്ത്രീയുടെ സ്വഭാവമാണ്, അവൾ മറ്റൊരു സ്ത്രീക്ക് വലിയ ഖൈറും റാഹത്തും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത് അത് അവൾക്ക് സഹിക്കാൻ പ്രയാസമാണ്. അത് വലിയ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്നും മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ പുരുഷൻ ഇംറഅതുഹു എന്ന് സഹീഹായ ഹദീസിൽ കാണാം. ഖിയാമത്ത് നാളിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് സ്വന്തം ഭാര്യയ്ക്ക് വഴിപ്പെട്ട് ഉമ്മയെ തള്ളിക്കളയുന്ന സ്വഭാവം ഉണ്ടാവും. ഭാര്യയും ഉമ്മയും കൂടി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രത്യക്ഷമായി അവൻ ഉമ്മയുടെ ഭാഗത്ത് നിൽക്കാവും. പിന്നീട് അവളെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ പറയണം. പ്രത്യക്ഷമായ രൂപത്തിൽ ഒരിക്കലും ഭാര്യയുടെ മുഖത്ത് നോക്കി ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൂടാ. അത് വളരെ വ്യക്തമായ തെറ്റ് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടാലും, വലിയ തെറ്റന്നെയാണ് ഉമ്മാൻ്റെ അടുത്ത് വന്നിക്കണത് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും ഭാര്യയുടെ മുഖത്ത് നോക്കി, ഭാര്യയുടെ സാന്നിധ്യത്തിൽ നോക്കി ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൂടാ. ഒന്നിരിക്കൽ മൗനം പാലിക്കുക, പലയിടത്തും മൗനം പാലിക്കേണ്ടത്. അപ്പൊ പിന്നെ ഒരു മിണ്ടാത്ത സാധനമാണ്, ഇത്തരം ഘട്ടങ്ങളിലൊന്നും പറയാത്ത സാധനമാണ് എന്നൊക്കെ ചിലപ്പം പറഞ്ഞുകൂടായില്ല. എന്നിരുന്നാലും ഉമ്മയെ, കാരണം ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെറുതെ ഒരു ഓഫർ നൽകിയതല്ല. അത് കിട്ടണമെങ്കിൽ വലിയ പണിയാണ്. ഒരു ചെറിയ ഒരു ഓഫർ ഒന്നല്ല, അത് വലിയ ഒരു ഓഫർ തന്നെയാണ്. അപ്പൊ അതിന് വലിയ പാടുണ്ടാവും. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉമ്മയെ പൊരുത്തപ്പെടിക്കാനും ഉമ്മയെ സന്തോഷിപ്പിക്കാനും ഒക്കെ സഹിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ സഅദത്തി ഇബ്നി ആദമ സലാസത്തുൻ, ഒരു മനുഷ്യന്റെ സന്തോഷത്തിന്റെ നിദാനം, ഒരു മനുഷ്യന്റെ മാനസിക ഉല്ലാസത്തിന് മാനദണ്ഡം, ഒരു മനുഷ്യന്റെ സുഖത്തിനും സൗഖ്യത്തിനും അനിവാര്യമായത് അല്ലാഹു റസൂൽ പറഞ്ഞു 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ഒരാളിൽ മേളിച്ചാൽ അത് മേളിച്ചു കിട്ടൽ വലിയ പണിയാണ്, അപൂർവമാണ്. 3 കാര്യങ്ങൾ ഒരാളിൽ മേളിച്ചാൽ അവന്റെ ജീവിതം സുന്ദരമായി സന്തോഷകരമായി, എപ്പോഴും അവൻ ഹാപ്പി ആയിരിക്കും, സന്തോഷകരമായ രൂപമായിരിക്കും അവനക്ക് ഉണ്ടാവുക. എന്നിട്ട് റസൂലുള്ളാഹി ആദ്യം പറഞ്ഞത് അൽ മർഅത്തു സ്വാലിഹത്തു എന്നാ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ സദ്വൃത്തയായ സ്വാലിഹത്തായ അള്ളാഹിനെ പേടിക്കുന്ന ഒരു ഭാര്യ. ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ഭാര്യ. സൗന്ദര്യം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കല്യാണം കഴിച്ചുകൂടെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പല ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. അത് മാനദണ്ഡമാക്കരുത്. അതൊക്കെ നമുക്ക് വെറുപ്പാകും. ബാഹ്യമായ സൗന്ദര്യമൊക്കെ നമുക്ക് വെറുപ്പായി മാറും. അതല്ല മാനദണ്ഡമാക്കേണ്ടത്. വല അമത്തുൻ ഖർമാഉ സൗദാഉ ദാതു ദീനിൻ അഫ്ളൽ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടത്ത് പറഞ്ഞു. വല അമത്തുൻ, ഒരു അടിമപ്പെണ്ണാണ്. ഇങ്ങനെ പറഞ്ഞു, ഒരു അടിമപ്പെണ്ണാണ്. ഖർമാഉ, മൂക്ക് കീറിയിക്കണം.
ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിൽ, മനുഷ്യന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് നല്ലൊരു മൂക്ക് എന്നുള്ളത്. അത് അള്ളാഹു കൊടുക്കണം. കിട്ടിയതൊക്കെ ഹൈർ എന്ന് വിചാരിക്കുക എന്നല്ലാതെ അതിനേക്കാളും ഹൈർ വിചാരിച്ചാൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അപ്പോ സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, സൗന്ദര്യത്തിൽ വളരെ പുറകിലാണ് അവൾ. അതാണ് അത് പറഞ്ഞതിന്റെ അർത്ഥം. നല്ല മൂക്ക് കീറിയെന്നല്ല, സൗന്ദര്യത്തിൽ വളരെ പുറകിലാണ്. സൗദാവ് കറുത്ത പെണ്ണാണ്, പക്ഷെ ദാത്തു ദീനിൻ, അവൾക്ക് ദീനുണ്ട്. ഭർത്താവിനെ പരിചരിക്കാനും, ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷമുള്ള വാക്ക് പറയാനും, ഭർത്താവ് പോയാൽ വരുന്നതിന് മുമ്പ് റൂമൊക്കെ നല്ലപോലെ വൃത്തിയാക്കി പൊടി തട്ടി ബെഡ്ഷീറ്റ് വിരിച്ച്, ആ ബെഡ്ഷീറ്റ് വാസനിക്കുന്നതാണെങ്കിൽ അത് എടുത്തു കൊണ്ടുപോയി അലക്കി വൃത്തിയാക്കി, ഇങ്ങനെ ഭർത്താവിന്റെ സാധനങ്ങളൊക്കെ അടുക്കും ചിട്ടയോടുകൂടൊക്കെ വെച്ച് ആ റൂമിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ അവനക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങ് പോയി വീട്ടിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള കരടെടുത്ത് അവിടെയുള്ള മാറാലകൾ തട്ടി ഭർത്താവ് വരുന്നത് ഒരു പ്രധാനമന്ത്രി വീട്ടിലേക്ക് വരുന്നതിനേക്കാൾ അപ്പുറമായി വലിയൊരു സ്വീകരണം നൽകുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെയാ റസൂലുള്ളാഹി പറഞ്ഞത്, ഓർക്കാണ് ഏറ്റവും വലിയ സമാധാനം, അവനക്കാണ് ഏറ്റവും വലിയ സമാധാനം. അത് നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ മനസ്സിലാകും. അതാണ് ഏറ്റവും വലിയ സമാധാനം. അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമല്ല, ആ പെണ്ണിൽ നിന്നിട്ട് എല്ലാ പോയിന്റുകളിലും നല്ല സമാധാനമുള്ള പല ഫംഗ്ഷനുകൾ ഉണ്ടാകും, പല പരിപാടികൾ ഉണ്ടാകും. അവൾ പ്രസവിക്കും, കുട്ടികൾ ഉണ്ടാകും, അവിടെ വീട്ടിലേക്ക് അവൾക്ക് മരുമക്കൾ വരും. ഇങ്ങനെ പല ഘട്ടത്തിലും അവിടെയൊക്കെ ഒരു പെണ്ണിന് ഒരുപാട് റോളുകളുണ്ട്. അതൊക്കെ നല്ലപോലെ ഉപയോഗപ്പെടുത്തി ഭർത്താവിന്റെ ഭാരം കുറച്ച് ഭർത്താവിന് വലിയ സീറ്റും ഒക്കെ അവളുടെ വീട്ടിലും മറ്റുള്ള വീട്ടിലൊക്കെ കൊടുക്കാൻ കഴിയുന്ന വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഭർത്താവിനോട് കൂടി ആലോചിച്ച് ഇങ്ങനെ സ്വന്തമായ ഒരു തീരുമാനമെടുക്കാതെ തന്റെ തീരുമാനത്തിനെതിരാണെങ്കിലും ഭർത്താവിന്റെ തീരുമാനം ഞാൻ അനുസരിക്കേണ്ടവളാണ് എന്നൊക്കെ ഒരു ബോധം ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകണമെങ്കിൽ അവൾ ദീനിയായിരിക്കണം. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അൽ മർഅത്തു സാലിഹ, 3 കാര്യങ്ങൾ പറഞ്ഞപ്പോ മുത്ത് റസൂലുള്ളാഹി ആദ്യം പറഞ്ഞത് അൽ മർഅത്തു സാലിഹത്തു, സാലിഹത്തായ പെണ്ണാണ്. ആ സാലിഹത്തായ ഒരു ഭാര്യയായി കിട്ടിയാൽ അവന്റെ ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, 2 സ്ത്രീകൾ, അവൾ ജ്യേഷ്ഠത്യനുജത്തിയായിരുന്നാൽ പോലും എന്നിട്ടല്ലേ പ്രിയപ്പെട്ടവരെ മറ്റു വീടുകളിൽ നിന്ന്, മറ്റു കുടുംബത്തിൽ നിന്ന് വന്ന നാത്തൂനും അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ അമ്മായിമ്മ പോര് എന്നൊക്കെ പറഞ്ഞതൊക്കെ അതൊക്കെ ഇന്റർനാഷണൽ പ്രോബ്ലമാണ്. അത് എവിടെ മാത്രമുള്ളതല്ല, നമ്മുടെ ഏതെങ്കിലും കുടുംബത്തിൽ മാത്രമുള്ളതല്ല. പലരും അത് സഹിച്ച് മിണ്ടാതെ ആരോടും പറയാതെ കൊണ്ട് നടക്കുകയാണ്. ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അറിയുക. അതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ്. അവിടെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. ഞാനിപ്പോ ചില കുട്ടികൾ വന്നപ്പോ ചില ആൾക്കാരോട് പറഞ്ഞു, ഇവിടെ ഈ ദുനിയാവില് വലിയ സുഖം കിട്ടണം എന്ന ഒരാഗ്രഹം വെച്ച് നടന്നാൽ ഓനക്ക് എപ്പോഴും ടെൻഷനേ ഉണ്ടാവും. കാരണം അത് അള്ളാഹ് ഈ ദുനിയാവിൽ കൊടുത്തിട്ടില്ല. അത് അള്ളാഹ് ഈ ദുനിയാവിൽ കൊടുക്കാത്തൊന്ന് ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ അത് ഉണ്ടാവൂല. ഒരു സമാധാനം, ഒരു സന്തോഷം വരണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് വേറെ ഒരു പ്രയാസവും വിഷമങ്ങളും വരും. ഇതാണ് ദുനിയാവിന്റെ പ്രകൃതിയും സ്വഭാവവും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെയൊക്കെ കൂടുന്ന അവസരത്തിലൊക്കെ പലതും ഉണ്ടാകുമ്പോഴൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയണം. ഈ ഒരു മാനദണ്ഡം എപ്പോഴും സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഉമ്മയെ ഒരു നിലക്കും വിഷമിപ്പിച്ചുകൂടാ. ഇനി വിഷമിപ്പിക്കേണ്ട ഘട്ടങ്ങളൊക്കെ വന്നാൽ തന്നെ അതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് ഉമ്മയുടെ ന്യൂനത ഒരിക്കലും ഭാര്യയോട് പറഞ്ഞുകൂടാ. ഉമ്മ ന്യൂനത ഉള്ള ആളെന്നായിരിക്കാം, അത് ഉമ്മയാണ് എന്ന ബോധം വേണം. ആ ന്യൂനത മറച്ചു വെക്കാൻ നമ്മെ പ്രചോദിപ്പിക്കേണ്ടത് അതെന്റെ ഉമ്മയാണ് എന്ന ഒരു സന്ദേശം ഹൃദയത്തിൽ നിന്ന് വരണം. എത്ര വലിയ ന്യൂനത ഉള്ളവളാണെങ്കിലും അതെന്റെ ഉമ്മയാണ് എന്ന ഒരു സന്ദേശം ഹൃദയത്തിൽ നിന്ന് വന്നാൽ ആ ന്യൂനതയൊക്കെ ഇല്ലാതെയായി പോകും. അതൊക്കെ ഇല്ലാതെയായി പോകും. ഒരിക്കലും രഹസ്യമായോ പരസ്യമായോ ഒന്നും തന്നെ ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുകൂടാ. ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാത്രി കിടക്കുന്ന നേരത്ത് ഭാര്യയോട് സംസാരിച്ചാൽ പെണ്ണാണ് സാധനം, അത് എപ്പോഴെങ്കിലും എടുത്തു പറയും. അത് നിങ്ങളെ മോൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. അത് നിങ്ങളെ മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എടുത്തു പറയും. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു പോകരുത്. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, പിന്നെ ശൈത്താന്റെ വാതിലുകൾ, ഒന്ന് അസൂയയാണ്, മറ്റൊന്ന് ഹിർസു, അലച്ചയാണ്. അലച്ച അള്ളാഹു നമുക്ക് തന്നത് അൽഹംദുലില്ലാ, അത് നമുക്ക് ഉപയോഗിക്കാം. വീണ്ടും കിട്ടണം, അത് വേണം, ഇത് വേണം എന്നുള്ള അത് വിശാലമായ
ഒരു വിഷയമാണ് ഈ അരച്ചയെ സംബന്ധിച്ച്. എല്ലാ രംഗത്തിലും അത് വരും. അതും പിശാച് കടന്നു വരുന്ന വഴികളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മഹാനായ ഗസാലി ഇമാമു പറയുന്നു, മിൻ അബ്വാബിഹിൽ അളീമത്തി അശ്ശബഉ മിനത് തആമി വഇൻ കാന ഹലാലൻ സാഫിയ. വയറു നിറയെ ഭക്ഷണം കഴിക്കുക. വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് അത് ശൈത്താൻ കടന്നു വരാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ഫഇന്ന അശ്ശബഅ യുഖവ്വി അശ്ശഹവാത്ത്. ഗസാലി ഇമാമു പറയുന്നു, വയറ് നിറയുമ്പോൾ വികാരങ്ങൾ കൂടും. വികാരമുണ്ടാക്കുന്ന ഹോർമോണുകൾ അത് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കും. അത് ഷഹവത്തുകളെ, വികാരങ്ങളെ അത് ശക്തിപ്പെടുത്തും. വശ്ശഹവാത്തു അസ്ലിഹത്തു ശൈത്താൻ. ഈ വികാരങ്ങളാണ് മനുഷ്യനെ നശിപ്പിക്കുവാനുള്ള ശൈത്താന്റെ ആയുധങ്ങൾ. മനുഷ്യനെ നശിപ്പിക്കുവാനുള്ള ശൈത്താന്റെ ആയുധങ്ങൾ വികാരങ്ങളാണ്. വികാരമില്ലാത്തവരാരുമില്ല. ഔലിയാക്കന്മാരൊക്കെ വികാരമുള്ളവർ തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവരുടെ ആ വികാരവും ശഹവത്തുമൊക്കെ അവർ നല്ലതിൽ മാത്രം ഉപയോഗിക്കുന്നു, അള്ളാഹു അനുവദിച്ചതിൽ മാത്രം ഉപയോഗിക്കുന്നു മാത്രം. അതില്ലാത്ത ആൾക്കാരൊന്നുമില്ല. അപ്പൊ അസ്ലിഹത്തു ശൈത്താൻ, ശൈത്താൻ നമ്മെ തകർക്കുന്ന ആയുധങ്ങളിൽപ്പെട്ടതാണ് വികാരങ്ങൾ. ഫഖദ് റുവിയ, ഒരു ചരിത്രത്തിൽ കാണാം, അന്ന ഇബ്ലീസുൽ ലഈൻ. ഗസാലി ഇമാമ് ഓരോ പിശാചിന്റെ ഓരോ വാതിലുകൾ വിശദീകരിക്കുമ്പോഴും അവിടെയൊക്കെ അമ്പ്യാക്കന്മാരുമായി ബന്ധപ്പെട്ട സംഭവം പറയും. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പറഞ്ഞു, പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പറഞ്ഞു. ഇങ്ങനെ പിശാച് കടന്നു വരുന്ന വാതിലുകളെ വിശദീകരിക്കുമ്പോഴൊക്കെ അമ്പ്യാക്കന്മാരെ ചരിത്ര പറഞ്ഞത്. എന്നിട്ട് പറയുന്നു, അവരെയൊക്കെ പഴപ്പിക്കാൻ ആര് ശ്രമിച്ചെങ്കിൽ, ഇബ്ലീസ് ശ്രമിച്ചെങ്കിൽ ഇപ്പൊ നമ്മളെ പഴപ്പിക്കാൻ ശ്രമിക്കൂലേ എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഅ്ള് പറയാനും ക്ലാസ് എടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. അത് ജീവിതത്തിൽ പകർത്തൽ തന്നെയാണ് പ്രശ്നം. അത് ജീവിതത്തിൽ പകർത്തി കിട്ടണമെങ്കിൽ അതിന് അള്ളാഹു ഒരു തൗഫീഖ് ചെയ്യണം. അതിന് കുറെ കുരുത്തും പൊരുത്തൊക്കെ വേണം. അപ്പോഴൊക്കെ അതെന്ത് ഓരോരോ സന്ദർഭത്തിന് ഒത്തിട്ട് ഓരോന്നോരോന്ന് അപ്പപ്പ ചെയ്യാൻ അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നരുത്. അവിടെ സൂട്ടബിൾ ആയ, അവിടെ ഫിറ്റായ കാര്യം അവിടെ പറയാൻ, അവിടെ ചെയ്യേണ്ടത് അവിടെ ചെയ്യാൻ അത് നമുക്ക് തോന്നണം. അതാര് തോന്നിപ്പിക്കണം? നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ മലക്കുണ്ട്, ആ മലക്ക് നമുക്ക് തോന്നിപ്പിക്കണം. ഇനി ലമ്മത്തുൽ മലക്ക് എന്ന് അതിനെ സംബന്ധിച്ച് പറയും. അതിന് ചോദിക്കണമെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ ജീവിക്കണം. ആ രൂപത്തിൽ ജീവിച്ചാൽ ഓരോരോ സന്ദർഭത്തിന് യോജിച്ച് ചെയ്യാൻ നമുക്ക് കഴിയും. ഓരോരോ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ തന്നെ പറയേണ്ടത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതിന് നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഗസാലി ഇമാം ഈ അമ്പ്യാക്കന്മാരെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്കത് കഴിയും. അവർക്ക് ഇബ്ലീസിനെ പ്രതിരോധിക്കാനൊക്കെ അവർക്ക് കഴിയും. നമ്മൾ ഈ കാണുന്ന ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് പലതും കണ്ട് കേട്ട് രുചിച്ച് മണത്ത് നമ്മുടെ ഹൃദയങ്ങളൊക്കെ എന്ത് ചെയ്ത് വടക്കായി പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇബ്ലീസ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടു. അന്ന ഇബ്ലീസ് ബഹറലി യഹ്യ ബിൻ സക്കരിയ അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സക്കരിയ നബിന്റെ മകൻ യഹ്യാ നബിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഫറഅ അലൈഹി. അപ്പോ യഹ്യാ നബി ഇബ്ലീസിന്റെ മേൽ കണ്ടു, ഇബ്ലീസിൽ കണ്ടു മആലീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളും അടങ്ങിയ പല പല സഞ്ചികൾ. ഇബ്ലീസിന്റെ അടുത്ത് കുറെ സഞ്ചികൾ. ഫഖാല ലഹു യാ ഇബ്ലീസ് മാ ഹാദിഹിൽ മആലീഖ്. എന്താ ഈ സഞ്ചി? എന്താ കുറെ സഞ്ചിയിട്ട് ഇങ്ങനെ നടക്കണം? എന്താ കുറെ സഞ്ചിയിട്ട് എന്താ നടക്കണം? അപ്പൊ ഖാല, ഇബ്ലീസ് പറഞ്ഞു, ഹാദിഹി അശ്ശഹവാത്തുല്ലതി ഉസീബുഹാ ഇബ്ന ആദം. ഇത് മനുഷ്യന്മാരെ നശിപ്പിക്കുവാനുള്ള കുറെ വികാരങ്ങൾ, അവർക്ക് കുറെ ആഗ്രഹങ്ങളും വികാരങ്ങളൊക്കെ എന്ത് ചെയ്യണം? നടക്കണം. ഓരോരുത്തർക്ക് പറ്റിയത് കൊടുക്കാനാണ്. അവനക്ക് പറ്റിയത് ഓനക്ക് കൊടുക്കാൻ, ഇവനക്ക് പറ്റിയത് ഇവനക്ക് കൊടുക്കാൻ. ഓരോരുത്തരിപ്പോ ഏതിന്റെ പിന്നാലെ കൂടെ വെച്ചാൽ അത് കൊടുക്കാനാണ്. അപ്പൊ മനുഷ്യന്മാരെ നശിപ്പിക്കുവാനും അവരെ മുസീബത്താക്കുവാനും ഒക്കെ ഞാൻ കൊണ്ട് നടക്കുന്ന കുറെ സാധനങ്ങളാണ് ഈ സഞ്ചിയിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു. ഫഖാല ഫഹൽ ലീ ഫീഹാ മിൻ ഷൈഇൻ. അപ്പോ എനിക്ക് വല്ലതുണ്ടോ ആ കൂട്ടത്തിൽ ചോദിച്ചു യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എനിക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ? ഈ ഓരോരുത്തർക്ക് പറ്റിയിട്ട് ഇങ്ങനെ നടക്കല്ലേ, എനിക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ? എന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വല്ലതുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസുൽ ലഈൻ പറഞ്ഞതാണ്,
ഉണ്ട്. അതെന്താണെന്നറിയോ? റുബ്ബമാ ശബിഅത ഫസഖിൽനാക അനി സ്വലാത്തി വഅനി ദിക്ർ. നിങ്ങൾ വയറു നിറയെ വല്ലപ്പോഴും ഭക്ഷണം കഴിച്ചാൽ സ്വലാത്ത് ദിക്ർ പോലത്തത് നിങ്ങൾക്ക് കഴിയാത്ത രൂപത്തിലേക്ക് ഞാൻ ആക്കി തീർക്കും. നിങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ശരീരം കനം വരും. കനം എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് തടസ്സമായ രൂപത്തിലുള്ള കനം. മറ്റു വെയിറ്റ് കൂടുന്നുണ്ട് ഇപ്പൊ അതെല്ലാവർക്കും അറിയണല്ലേ, അത് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ ഇബാദത്തിന് തടസ്സം നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രകൃതി നിങ്ങൾക്ക് ഇട്ടുതരും. അപ്പൊ നിങ്ങൾ വയറ് നിറച്ചാൽ നിസ്കാരം ദിക്ർ പോലത്തെ കാര്യങ്ങളെ തൊട്ട് നിങ്ങൾക്ക് മടിയുണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കും. കാല ഫഹൽ വൈറുദാലിക്ക, അതല്ലാത്ത വല്ലെന്തെങ്കിലും ഉണ്ടോ, അതല്ലാത്ത വല്ലതും എനിക്ക് പറ്റിയതുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു, ഇല്ല, അങ്ങനൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പഴപ്പിക്കാൻ പറ്റിയ ഒന്നേ എനിക്ക് കാണുന്നുള്ളൂ. അത് നിങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ, ഭക്ഷണം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും വയറു നിറയെ ഭക്ഷണം കഴിക്കരുത്, വയറു നിറയെ ഭക്ഷണം കഴിക്കരുത്. മഹാനായ ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹദറത്തും ഷെയ്ഖുന ആദം ഹദറത്തും കൂടി ഒരു സൽക്കാരത്തിന് പോയപ്പോ മഹാനായ അബ്ദുൽ വഹാബ് ഹദറത്ത് ആദം ഹദറത്തിനോട് പറഞ്ഞു, കൂടുതൽ തിന്നണ്ടട്ടോ, കുറച്ച് തിന്നാ മതി. കൂടുതൽ തിന്നുമ്പോ അത് ഇബാദത്തിന് തടസ്സാവും. നമ്മളെ ഡ്യൂട്ടി ഇബാദത്തല്ലേ, നമ്മളെ ഡ്യൂട്ടി അള്ളാഹു നമ്മളെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞയച്ചതല്ലേ. അപ്പൊ നമ്മളെ ഡ്യൂട്ടിക്ക് തകരാറ് പറ്റും. അതുകൊണ്ട് കൂടുതൽ തിന്നണ്ടട്ടോ എന്ന് ഉപദേശിച്ചിരുന്നു. ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്കൊക്കെ അത് അറിയാം. എന്നിരുന്നാലും നമുക്ക് വേണ്ടി ഉണർത്തുകയാണ്, കൂടുതൽ തിന്നണ്ട. അത് കൂടുതൽ തിന്നുന്നത് നിസ്കാരത്തിനും ദിക്ർ പോലത്തെ നല്ല നല്ല കാര്യത്തിനൊക്കെ അത് തടസ്സമാകും എന്ന് പറഞ്ഞപ്പോ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലില്ലാഹി അലിയ അല്ലാ അംല ബത്നി മിൻ തആമിൻ അബദാ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ശപഥം ചെയ്തു, ഞാൻ അവിടുന്ന് തീരുമാനിച്ചു, പ്രതിജ്ഞ എടുത്തു, ഇനി ഒരിക്കലും ഞാൻ വയറ് നിറയെ ഭക്ഷണം കഴിക്കൂല, ഞാൻ വയറ് നിറയെ ഭക്ഷണം കഴിക്കൂല. അങ്ങനെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ എന്നെ ഇബാദത്തുകളെ തൊട്ട്, എന്റെ ഡ്യൂട്ടിയായ ഇബാദത്തിനെ തൊട്ട് അകറ്റി നിർത്താനുള്ള എല്ലാ അടവുകളും ഇബ്ലീസുൽ ലഈൻ പയറ്റും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യൂല എന്ന് ഞാൻ ശപഥം ചെയ്തു എന്ന് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം വിഷയങ്ങൾ മഹാനായ ഗസാലി ഇമാം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അശുദ്ധി ഉണ്ടാകാതെ മുറിയുന്ന ഒരു ഒളുണ്ട്. ഒളു മുറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ ഇന്ദ്രിയമല്ലാത്ത വല്ലതും പുറത്തു പോയാൽ, ഇന്ദ്രിയം പുറപ്പെട്ടാൽ ഒളു മുറിയില്ല. അപ്പൊ ഒളു മുറിയാതെ ഇപ്പൊ ഇന്ദ്രിയം എങ്ങനെ പുറപ്പെടുക? ഭാര്യഭർത്താക്കന്മാര് ബന്ധപ്പെടുമ്പോ ആ ഭാര്യഭർത്താക്കന്മാരുടെ ശരീരം തൊടുന്നത് കൊണ്ടിട്ട് അവിടെ ഒളു മുറിയും. അപ്പൊ ഇനി ഒളു മുറിയാതെ ഈ ഇന്ദ്രിയം പുറപ്പെടൽ ഇപ്പൊ എങ്ങനെ? അതുപോലെ തന്നെ ഉറങ്ങിയിട്ട് സ്ഖലനമുണ്ടായാലും അവിടെ ഒളു മുറിയും. പിന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ തൊലി തമ്മിൽ ചേരുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാർ ഓല തൊലികൾ തമ്മിൽ സ്പർശനം ഉണ്ടായാൽ മതി. കാരണം ഈ സ്പർശനം വലിയ ആനന്ദമാണ്. സ്പർശനം വലിയ ആനന്ദം. അത് കൈകൊണ്ടിട്ടാവുമ്പോൾ കൂടുതൽ ആനന്ദമാണ്. അതുകൊണ്ടാണ് ഈ ആനന്ദങ്ങൾ വരുമ്പോ ആത്മീയമായ ഒരു വൃത്തികേട് വരുന്നത് കൊണ്ടിട്ടാണ് അതുകൊണ്ട് ഒളു മുറി എന്ന് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾക്ക് ആത്മീയമായൊരു വൃത്തികേട് വരും. നമ്മൾ ഒളു കൊടുത്താൽ, പ്രത്യേകിച്ച് നല്ല വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒളു കൊടുത്താൽ ചെവിയൊക്കെ ഇങ്ങോട്ട് തടങ്ങുമ്പോണ്ടാകും ഒരു ഉന്മേഷം വരാൻ. കാരണം അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ ഞരമ്പുകൾ, നമ്മുടെ തലച്ചോറുമായി ഹൃദയവുമായൊക്കെ ബന്ധിപ്പിച്ച ഞരമ്പുകളുണ്ട്. അതുകൊണ്ടിട്ടാണ് ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കപ്പെട്ടത്. അപ്പോഴും നല്ലൊരു ആവേശവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും. ആ ആത്മീയ ചൈതന്യത്തിനക്ക് വിഘാതമാണ് ഈ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിക്കുക എന്ന് പറഞ്ഞത്. അന്യതല്ലാത്ത സ്ത്രീകളാവുമ്പോ വികാരം ഉണ്ടാവില്ല. ഉമ്മാനെ തൊട്ടാലൊന്നും നമുക്ക് വികാരം ഉണ്ടാവില്ല. ഭാര്യനെ തൊട്ടാൽ എങ്ങനെയായിരുന്നാലും അങ്ങനെയാണ് അള്ളാഹു ആക്കിയിട്ടുള്ളത്. ഒരു വികാരത്തിന്റെ അവസ്ഥ അവിടെ വരും. അതുകൊണ്ടാണ് ഭാര്യനെ തൊട്ടാൽ ഒളു മുറിയും എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ നമ്മുടെ ഗുഹ്യഭാഗം, അത് മുങ്കയിന്റെ പള്ള കൊണ്ട് തൊട്ടാൽ, വേറെ ഭാഗം കൊണ്ടിട്ടല്ല. കാരണം അവിടെ തൊടുമ്പോഴുണ്ടാകുന്ന ആ ആനന്ദവും മറ്റും അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നത് ഈ മുങ്കയിന്റെ പള്ളയിലാണ്. അതുകൊണ്ടാണ് ആ മുങ്കയിന്റെ പള്ളക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം.
നമ്മുടെ ഈ രേഖകളൊക്കെ കൈരേഖകളൊക്കെ അവിടെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തൊട്ടാൽ മുൻകൈയിന്റെ പള്ള കൊണ്ട് നമ്മുടെ മുഖ്യഭാഗം തൊട്ടാൽ ഒതു മുറിയുന്നെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മുന്തുവാരത്തിലൂടെ പിന്തുവാരത്തിലൂടെ അതിൽ നിന്ന് ഇന്ദ്രിയമല്ലാത്തത് പുറപ്പെട്ടാൽ ഒതു മുറിയെന്നറിയാം. എന്നാൽ ഇന്ദ്രിയം ഒതു മുറിയാതെ എങ്ങനെ പുറപ്പെടുക? അതിന് മഹാന്മാര് പറഞ്ഞത്, ഒന്ന്, ഒരാൾക്ക് ചിന്തിച്ചുകൊണ്ട് പല വിഷയങ്ങളും ചിന്തിച്ചുകൊണ്ട് ഒരുപക്ഷെ അയാൾക്ക് സ്ഖലനമുണ്ടാകാം. ഉതിർത്താളാണ് പലതും ചിന്തിച്ചുകൊണ്ട്. നോക്കിയിട്ട് സ്ഖലനമുണ്ടാകാം, ചിന്തിച്ചുകൊണ്ട് സ്ഖലനമുണ്ടാകാം, ആലോചിച്ചുകൊണ്ട് സ്ഖലനമുണ്ടാകാം. അപ്പോഴൊന്നും അയാൾക്ക് ഒതുമുറിയേണ്ട വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഒതുമുറിയില്ല, അയാൾക്ക് ഒതുണ്ടെങ്കിൽ ഒതുമുറിയില്ല. അതോടുകൂടെ തന്നെ ഇനി അയാള് നല്ല സ്റ്റേണായി ഇരിപ്പിടമൊക്കെ നല്ല ഉറപ്പിച്ചിട്ട് അനങ്ങാതെ ഇങ്ങനെ ഇരുന്നാൽ, അങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങിയാൽ ഒതുമുറിയില്ലല്ലോ. ആ ഉറക്കത്തിൽ അയാൾക്ക് സ്ഖലനമുണ്ടായി, അങ്ങനെ സ്ഖലനമുണ്ടായി ഇന്ദ്രിയം പുറപ്പെട്ടാൽ അയാൾ ഒതു മുറിയില്ല. പിന്നെ ആ ഒതു കൊണ്ട് വല്ല കാര്യമുണ്ടോ? ജനാപത്തുകാരന്റെ ഒതു പോലെയെന്ന് ഞങ്ങൾ മൂല്യന്മാരുടെ ഇടയിൽ ഒരു വർത്താനുണ്ട്. ജനാപത്തുകാരന്റെ ഒതു പോലെ പറഞ്ഞാൽ ഒരു കാര്യമില്ല. ആ ഒതുകൊണ്ട് എന്താ അങ്ങനെ പറയും ചില ആൾക്കാർ. അയാള് വലിയ നേതാവാണ്, ജനാപത്തുകാരന്റെ ഒതുമാതിരി നേതാവായിട്ട് ഇങ്ങനെ നടക്കുന്നല്ല, അതൊരു കാര്യമില്ല എന്ന് പറയാറുണ്ട്. ജനാപത്തുകാരന്റെ ഒതു പോലെയാണ്. ഈ ഒതു കൊണ്ട് എന്താ കാര്യമുള്ളത്? ഈ ഒതു കൊണ്ടുള്ള കാര്യം, ജനാപത്തുള്ള വ്യക്തിക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ഒതു കൊടുക്കൽ സുന്നത്താണ്. ജനാപത്തുള്ള വ്യക്തി കുളിക്കാൻ വൈകുകയാണെങ്കിൽ അവർക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഒതു കൊടുക്കൽ സുന്നത്താണ്. കുളിക്കണില്ല, ചില ആൾക്കാർക്ക് കുളിച്ച ഉടനെ ഉറങ്ങുമ്പോൾ നീരിറങ്ങും. കുളിച്ച ഉടനെ അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ നീരിറങ്ങുന്ന സ്വഭാവമാണ്. അപ്പോ കുളിച്ച ഉടനെ തന്നെ ഉറങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ സ്വഭാവക്കാരാണെങ്കിൽ അവർക്ക് സുബഹി വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്, വിരോധമൊന്നുമില്ല, വെയിറ്റ് ചെയ്യാവുന്നതാണ്. സുബഹി ഖളാക്കരുതെന്നേ ഉള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒതു കൊടുക്കൽ സുന്നത്താണ്. ജനാപത്തുകാരനക്ക് വീണ്ടും ഉറങ്ങാൻ അവനക്ക് ഒതു കൊടുക്കൽ സുന്നത്താണ്, വെള്ളം കുടിക്കാൻ ഒതു കൊടുക്കൽ സുന്നത്താണ്, ഭക്ഷണം കഴിക്കാൻ ഒതു കൊടുക്കൽ സുന്നത്താണ്. അത്തരം സുന്നത്തുകൾ ഈ ഒതു കൊണ്ട് കിട്ടും. ഇനി അവനക്ക് ദിക്റ് ചെല്ലാൻ, ജനാപത്തുകാരനായ വ്യക്തിക്ക് ദിക്റ് ചെല്ലാൻ, അവനക്ക് ദിക്റ് ചെല്ലാം, ഹദ്ദാദ് ചെല്ലാം, അങ്ങനൊക്കെ ദിക്റ് ചെല്ലാൻ അവനക്ക് ഒതു കൊടുക്കൽ സുന്നത്താണ്. അപ്പൊ ആ ഒതു ഒക്കെ ഈ ഒതു കൊണ്ട് അവനക്ക് കിട്ടും. അതാണ് ജനാപത്തുകാരന്റെ ഒതുവിന്റെ പ്രത്യേകത. വേറെ ഖുർആൻ മുസാഫ് ഓടാനൊന്നും അതുകൊണ്ട് പറ്റൂല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതൊന്നും അല്ലാത്ത രൂപത്തിൽ ഒതു മുറിയുന്ന ഒരു കൊലുണ്ട്. അതേതാ? മരിക്കൽ കൊണ്ട് ഒതു മുറിയും. ഒരാൾ മരിച്ചാൽ ഒതു എടുത്തുകൊണ്ടാണുള്ളത്. അയാൾ മരിച്ചാൽ അയാൾ ഒതു മുറിഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ അയാളെ കുളിപ്പിക്കുമ്പോൾ അയാൾക്ക് ഒതു എടുത്തു കൊടുക്കണം. മയ്യത്തിനെ കുളിപ്പിക്കുമ്പോ മയ്യത്തിനേക്ക് ഒതു എടുത്തു കൊടുക്കണം. അത് സുന്നത്താണ്. പിന്നെ അവന്റെ ശരീരത്തിൽ നിന്നിട്ട് എന്തെങ്കിലും പുറപ്പെട്ടാലൊന്നും ആ ഒതു മുറിയില്ല. മയ്യത്തിനൊക്കെ നമ്മൾ ഒതു എടുത്ത് കൊടുക്കേണ്ടത്, ഒതു എടുത്തിട്ട് അത് മരിച്ച വ്യക്തിയാണ്. നമ്മൾ കണ്ടിരിക്കുന്ന അയാൾ ഒതു എടുത്തതും മറ്റൊക്കെ കണ്ടിരിക്കണം. അയാൾ നിസ്കരിക്കുമ്പോഴും മരിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ നിസ്കരിച്ച് സലാം വീട്ടിക്കൊണ്ട് മരിച്ച വ്യക്തിയാണ്. അപ്പൊ അയാൾക്ക് ഒതുണ്ടല്ലോ. അപ്പൊ ആ വ്യക്തിയുടെ ഒതു മരണം കൊണ്ട് ഒതു മുറിഞ്ഞു പോകും. മരണം കൊണ്ട് ഒതു മുറിഞ്ഞാൽ പിന്നെ അയാളെ കുളിപ്പിക്കുമ്പോ നമ്മൾ ഒതു എടുത്ത് കൊടുക്കണം. ആ ഒതു എടുത്ത് കൊടുക്കേണ്ടത് കുളിപ്പിക്കുന്നതിന് മുമ്പാണ്, കുളിപ്പിച്ചതിന് ശേഷമല്ല. മയ്യത്തിനക്ക് ഒതു എടുത്ത് കൊടുക്കേണ്ടത് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമല്ല, കുളിപ്പിക്കുന്നതിന് മുമ്പാണ്. അത് ആ കുളിയുടെ മര്യാദയിൽപ്പെട്ടതാണ്. അത് നമ്മളും ജനാപത്ത് കുളിക്കുമ്പോൾ ഔറത്തൊക്കെ വൃത്തിയാക്കിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാപത്ത് കുളിക്കുമ്പോൾ ആദ്യം ചെയ്യാറുള്ളത് ഗുഹ്യഭാഗം റസൂലുള്ളാഹി വെള്ളമൊഴിച്ച് വൃത്തിയാക്കും. ജനാപത്ത് കുളിക്കുന്ന അവസരത്തിൽ ആദ്യം ചെയ്യൽ അങ്ങനെയാണ്. ഗുഹ്യഭാഗം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഇടത്തേ കൈ കൊണ്ടാണ് വൃത്തിയാക്കുക. ഇടത്തേ കൈയാണ് റസൂലുള്ള മൂക്ക് വൃത്തിയാക്കാനും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇടത്തേ കൈയാണ് ഉപയോഗിക്കുക. വലത്തേ കൈ കൊണ്ട് വെള്ളമൊഴിച്ച് ഇടത്തേ കൈ കൊണ്ട് ഗുഹ്യഭാഗം വൃത്തിയാക്കിയിട്ട് പിന്നെ ആ വൃത്തിയാക്കിയ കൈ മണ്ണിട്ടിട്ട് കഴുകും. സോപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് മണ്ണിട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കഴുകും. മുഖ്യഭാഗം അതിന്റെ പരിസരവും തൊട്ട കൈ മണ്ണിട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴുകും. അങ്ങനെ കഴുകിയതിന് ശേഷം പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളു ചെയ്യും, ഒളു കൊടുക്കും. ഒളു കൊടുത്തതിന് ശേഷമാണ് ജനാപത്ത് കുളിക്കുക. ഒളു കൊടുത്തതിന് ശേഷം അത് ഏത് കുളിയുടെയും മുമ്പും, ജനാപത്ത് കുളിയാവട്ടെ, ജുമാന്റെ കുളിയാവട്ടെ, മറ്റേത് കുളിയാണെങ്കിലും ശരി, ഔറത്തൊക്കെ തൊടാത്ത രൂപത്തിൽ, ഇനി കുളിക്കുന്നതിന്റെ ഇടയിൽ ഔറത്ത് തൊട്ടാൽ വീണ്ടും ഒളു കൊടുക്കൽ സുന്നത്താണ്. കുളിക്കുന്നതിന്റെ ഇടയിൽ അബദ്ധത്തിൽ അങ്ങനെ കഴുകുമ്പോൾ കൈ ഔറത്ത് തൊട്ടുപോയാൽ വീണ്ടും ഒളു കൊടുക്കൽ സുന്നത്താണ്. കുളി കഴിയുന്നതിന് മുമ്പ് വീണ്ടും ഒളു കൊടുക്കൽ സുന്നത്താണ്. അപ്പോ
അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിക്കുന്നതിന്റെ മുമ്പായിരുന്നു ഒതു ചെയ്തിരുന്നത്. മയ്യത്തിനൊക്കെയുള്ള ഒതു അങ്ങനെ തന്നെയാണ്. കുളിപ്പിക്കുന്നതിന്റെ മുമ്പാണ് മയ്യത്തിനക്ക് ഒതു ചെയ്ത് കൊടുക്കേണ്ടത്. എന്നതിന് ശേഷമാണ് മയ്യത്തിനെ കുളിപ്പിക്കുക. അപ്പൊ പിന്നെ മയ്യത്തിനെ തൊടാൻ പറ്റാത്ത ആൾക്കാർ തൊട്ടാൽ മയ്യത്തിന്റെ ഒതു മുറിയില്ല, തൊട്ടോന്റെ ഒതു മുറിയും, മയ്യത്തിന്റെ ഒതു മുറിയില്ല. കാരണം മയ്യത്തിനക്ക് തെക്കിരിപ്പില്ല, അയാൾ മരിച്ചുവല്ലോ. അങ്ങനെ തൊടുകയോ അല്ലെങ്കിൽ മയ്യത്തിന്റെ വായിലൂടെയോ മൂക്കിലൂടെ രക്തം വരികയോ മറ്റോ ചെയ്താലൊന്നും മയ്യത്തിന്റെ ഒതുവിന് കുഴപ്പം വരിക. എത്രത്തോളം എന്ന് വെച്ചാൽ മയ്യത്തിനെ കഫൻ ചെയ്ത് ആ കഫൻ ചെയ്തിട്ട് കഫൻ പുടയില് രക്തം വന്നാൽ വിരോധമില്ല. രക്തമൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ വൃത്തിയാക്കണം, പഞ്ഞീരും മറ്റൊക്കെ വന്നാൽ അതൊക്കെ വൃത്തിയാക്കണം എന്നല്ലാതെ കഫംപുടയിൽ അഥവാ രക്തം കണ്ടാൽ തന്നെ ആ കഫംപുട മാറ്റണമെന്നൊന്നുമില്ല. അത് പെട്ടെന്ന് മയ്യത്തിനെ മറവ് ചെയ്യാണ് അത്തരം ഘട്ടങ്ങളിൽ വേണ്ടത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ മരിക്കുന്നതോടുകൂടെ ഒതു മുറിഞ്ഞത് കൊണ്ടിട്ടാണ്. അപ്പൊ അവിടെ അശുദ്ധിയൊന്നും ഉണ്ടായിട്ടില്ല. അശുദ്ധിയൊന്നും ഇല്ലാതെ തന്നെ നേരത്തെ പറഞ്ഞ ഒതു മുറിയേണ്ട, ഒരു ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒതു മുറിയേണ്ട കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ, ഇത്തരം കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുറിയുന്ന ഒതുവാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഒതു മുറിയും. അപ്പൊ പിന്നെ അവനക്ക് വേറെ ഒതു എടുത്തു കൊടുക്കേണ്ടി വരും. ഒതു എടുത്തു കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് തേമം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകൾക്ക് തേമം ചെയ്ത് കൊടുക്കണം. അത് കുളിപ്പിക്കൊക്കെ ചെയ്തതിന് ശേഷം തേമം ചെയ്ത് കൊടുത്താൽ മതി. കാരണം എന്താ, സ്റ്റിച്ചിന്റെ ഭാഗത്തേക്ക് വെള്ളം എത്താൻ പ്രയാസമാണ്. സ്റ്റിച്ചിട്ട ഭാഗത്തേക്ക് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, സ്റ്റിച്ചിട്ട ഭാഗത്തേക്കൊന്നും വെള്ളം എത്തൂല. അപ്പോ ആ വെള്ളം എത്താത്തത് കൊണ്ടിട്ട് അവനക്ക് തേമം ചെയ്ത് കൊടുക്കണം എന്നാ. തേമം ചെയ്യാൻ പണിയൊന്നുമില്ല, അങ്ങനെ മുഖത്തും കയ്യിലും ആക്കി കൊടുത്താൽ മതി. ഒരു വിഷയമുള്ള കാര്യം എന്നല്ല തേമം ചെയ്യാന്നല്ല. അതിന് മണ്ണുണ്ടാക്കണം, മണ്ണെടുത്തിട്ട് അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ കൊട്ടിയിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എടുത്തിട്ട് വന്നിട്ടിട്ട് ഈ കൈമൊഴി കൈവരി ചെയ്ത് കൊടുത്താൽ തേമായി. അതിന് പണിയുള്ളൊരു കാര്യമൊന്നുമല്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. അതോടുകൂടി തന്നെ മാർഗ കല്യാണം ചെയ്യാതെ പിന്നെ മരിച്ച കുട്ടിയാണെങ്കിലും, ആൺകുട്ടി അവനെ മാർഗ കല്യാണം ചെയ്തിട്ടില്ല, അങ്ങനത്തെ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്കും തേമം ചെയ്ത് കൊടുക്കണം. കാരണം ആ കുട്ടിയുടെ ആ മാർഗ കല്യാണം കഴിച്ച ആ ഭാഗത്തേക്ക് വെള്ളം എത്തൂല, ആ ഭാഗത്തേക്ക് വെള്ളം എത്തൂല. അപ്പൊ അതുകൊണ്ടിട്ട് ആ കുട്ടിക്കും തേമം ചെയ്ത് കൊടുക്കണം. അപ്പോ ഉളു കുളി ഇതുപോലത്തൊന്നും പൂർണ്ണമാകാത്ത സ്ഥലത്തൊക്കെ നമുക്ക് തേമം ചെയ്യാമെന്നർത്ഥം. അത് വലിയ ശുദ്ധിയാണെങ്കിലും ശരി, ചെറിയ ശുദ്ധിയാണെങ്കിലും ശരി, അവിടെയൊക്കെ തേമം ചെയ്യാമെന്നർത്ഥം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചായം പലഹാരവും നൽകുന്നത് നമ്മുടെ ഉണ്ണി മോദിയാജി. നമ്മുടെ പള്ളിയിലൊക്കെ എപ്പോഴും വന്നിരുന്ന ആളാണ്. നമ്മുടെ മഹല്ലുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മക്കള് അവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി അവർ മരിച്ച ദിവസം കൂടിയാണ് ഇന്ന്. നമുക്ക് ചായം പരിഹാരം നൽകിയിട്ടുണ്ട്. അവരുടെ മൂത്ത മകൻ മുഹമ്മദ് മാസും പിന്നെ ഷെരീഫ് സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളാണ്. അവരൊക്കെ ഇവിടെ ഉണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബം 40ഓളം ഖത്തവും മറ്റ് ഒരുപാട് അഅ്മാലു സാലിഹൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മോദിയാജിന്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു സ്വർഗപ്പൊങ്കവനാക്കി കൊടുക്കുമാറാകട്ടെ. അവർ ചെയ്ത എല്ലാ അമലുകളും സൽക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അദാബിൽ നിന്നും അവരെയും നമ്മെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മൾ ദിനേന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ സ്ഫോടനം നടന്നാൽ അതൊക്കെ പരിപൂർണമായ നിലയ്ക്ക് എല്ലാവരെയും ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ ആക്കിയിട്ട് ഓരോ ദിവസവും നമ്മെ വിഷമിപ്പിക്കുന്ന വാർത്തകളാണ്. അള്ളാഹു ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. എല്ലാവിധ കെണിവളകളിൽ നിന്നും എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എത്ര വലിയ ആൾക്കാരാണെങ്കിലും അവർ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനൊക്കെ അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ച് ആഫിയത്ത് സിഹത്ത് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് വന്ന പ്രയാസങ്ങളൊക്കെ മല പോലെ വന്നത് മഞ്ഞുപോലെ അള്ളാഹു മായിച്ചു കൊടുത്ത് റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുസീബത്തുണ്ടെങ്കിൽ അതിനേക്കാൾ ഹൈറായ മാർഗം അള്ളാഹു അവർക്കും നമുക്കൊക്കെ തുറന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ തന്ന് റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരുമക്കള് ബന്ധപ്പെട്ട പലരും വിദേശങ്ങളിലാണ്. അവർക്കൊക്കെ അള്ളാഹു ഹിഫ്ളും സലാമത്തും റിആയത്തും അള്ളാഹിന്റെ നെദറും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
اللهم صل على محمد يا رب صل عليه. السلام عليكم.